ഒരമ്മ എന്ന് വിചാരിച്ച് ഒരു കുഞ്ഞുങ്ങളുടെ വേദന എന്താന്ന് കണ്ണീ കണ്ടൊരു വ്യക്തിയെ ഞാൻ. ആ ഒരു ബഹുമാനശാൽ ഞാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ നോവിക്കരുത്, അത് മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പണം കണ്ട് ഒരുത്തിനോട് ഒളിച്ചോടിയപ്പോഴത്തേക്ക് ആണ് ഞാൻ പണം കണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നിക്കാരം കഴിഞ്ഞ് നിങ്ങൾ നോക്കിയോ ഫേസ്ബുക്കിൽ എന്നെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ പോവാ. നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടി ചാവും കേട്ടോ. എന്തിന്? അതാ പറഞ്ഞ ചാവ് നിങ്ങൾ പോയി. അതാണ് ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നത് സജിന, ഫിറോസ്, അതുപോലെ തന്നെ റസൂൽ പൂക്കുറ്റി, ഇവരുടെ ആ ഒരു ഇഷ്യൂ ആണ് നമുക്ക് മെയിനായിട്ടും കാണാനായിട്ട് പറ്റുന്നത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം വാരി വിതറി ആ ഒരു വീഡിയോ തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ 1-2 ദിവസമായിട്ട്. അപ്പം ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ ഒരു കാര്യം തന്നെയാണ് അവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സംഭവത്തിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞാൽ, ഞാൻ ആ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊന്നും ഇതിൽ വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം വെക്കാൻ കൊള്ളുന്നതാണെങ്കിലല്ലേ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മളോട് തന്നെ കുറച്ചൊരു മാനേഴ്സ് ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാത്തത്. കാരണം ഇത് ഒരു ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ ഇടയ്ക്ക് ഒരു ഡിവോഴ്സ് കഴിഞ്ഞ് അതങ്ങ് തീരേണ്ട ഒരു സംഭവം സമൂഹ മാധ്യമങ്ങളിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് നമുക്കതിലൂടെ ചർച്ച ചെയ്യാനുള്ളത്. അപ്പം ആ ഒരു വീഡിയോയും കാര്യങ്ങളും ഒന്നും ഇതിൽ വെക്കാത്തത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഇപ്പം സജിനേനെയും ഫിറോസിനെയും നമുക്ക് എല്ലാവർക്കും അറിയാം, ദമ്പതികളായിക്കൊണ്ട് തന്നെ ബിഗ് ബോസിൽ പോവുകയും അവിടെ മത്സരിക്കുകയൊക്കെ ചെയ്ത വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നത് തന്നെ ബിഗ് ബോസിൽ മത്സരിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഇഷ്യൂസൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഒരു നേച്ചർ, അവരുടെ സ്വഭാവം, ക്യാരക്ടറൊന്നും ആർക്കും തന്നെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നില്ല. പിന്നെ ഇവരുടെ 2ാം വിവാഹമാണ്, 2 പേരുടെയും അങ്ങനെ തന്നെയാണ്. അതിൽ മക്കളുണ്ട്. അപ്പം ഫിറോസ് ഖാനിൽ നിന്നൊരു ഒരു മകനുണ്ട്, അതുപോലെ തന്നെ ഒരു മകളുമുണ്ട് സജിനയ്ക്ക്. അങ്ങനെ അവരുടെ കുടുംബജീവിതത്തിൽ മൂന്നാമതൊരാൾ വരാതെ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. അവർ വേർപിരിയാൻ പോവാന്നൊക്കെ പറഞ്ഞ് ന്യൂസുകൾ വന്നെങ്കിൽ അവർ ഇതുവരെ നിയമപരമായിട്ട് വേർപിരിഞ്ഞിട്ടില്ല. അതിനിടയ്ക്ക് അവർ ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. ഫിറോസ് ഖാനും കൊടുക്കുന്നുണ്ട്, സജിനയും കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളിപ്പോഴും മക്കൾക്ക് വേണ്ടി ഫ്രണ്ട്സ് പോലെയാണ്, ഞങ്ങൾ പിരിയാൻ കാരണം തികച്ചും പേഴ്സണലാണ്. അതിൽ വേറൊരാൾ ഇപ്പോൾ ഫിറോസ് ഖാൻ്റെ ജീവിതത്തിലാണല്ലോ ഒരു മൂന്നാമതൊരു വ്യക്തി വന്നതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മൂന്നാമതൊരു വ്യക്തി കടന്നു വന്നതുകൊണ്ടോ അല്ല ഞങ്ങൾ പിരിയുന്നതെന്ന് പറയുകയും 3-4 വർഷങ്ങളായിട്ട് ഈ ഒരു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ സജിന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യുകയുണ്ടായി. അതായത് സജിന റസൂൽ പൂക്കുറ്റിയുമായിട്ട് പ്രണയമാണെന്നുള്ള രീതിയിൽ അവർ തമ്മിൽ നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്തതിനെ തുടർന്നാണ് പിന്നീടുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും നാൾ മിണ്ടാതിരുന്ന ഫിറോസ് ഖാൻ അതിനെതിരെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. താൻ റസൂൽ പൂക്കുറ്റിയാണ് അവരുടെ ജീവിതം നശിപ്പിച്ചതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ എതിരെ സംസാരിച്ചാൽ തൻ്റെ ജീവന് തന്നെ ആപത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫിറോസ് ഖാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഫിറോസ് ഖാൻ്റെ എതിരെ സജിന വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫിറോസ് ഖാന് വിവാഹം കഴിഞ്ഞ് ഡെലിവറി ആയിട്ട് സജിന കിടന്ന സമയത്ത് പോലും പല ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പം പറഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്തില്ല, അത് ഇവർ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് പിന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. പുള്ളിയോട് എന്തെങ്കിലും സംസാരിക്കാൻ പോലും പേടിയായിരുന്നു. ഒരുമാതിരി ഒരു സൈക്കോ മോഡൽ സ്വഭാവമായിരുന്നു ഫിറോസ് ഖാൻ എന്നുള്ള രീതിയിലൊക്കെ വന്ന് കരഞ്ഞു മെഴുകി പറഞ്ഞു. കുറേ തെളിവുകളും കാര്യങ്ങളും കാണിച്ചപ്പോൾ എല്ലാവരും സജിനയുടെ സൈഡിൽ നിന്നു. ഫിറോസ് ഖാനാണ് കുറ്റക്കാരൻ എന്ന് കരുതി. അത് കഴിഞ്ഞ് ഈയിടെ ലേറ്റസ്റ്റ് ആയിട്ട് സജിനയുടെ FB അക്കൗണ്ടിൽ താൻ പ്രഗ്നൻ്റ് ആണെന്നും അതുപോലെ തന്നെ റസൂൽ പൂക്കുറ്റിയുടെയും അതുപോലെ സജിനയുടെയും പടമൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നം ഇത്രത്തോളം വഷളായത്. അപ്പം റസൂൽ പൂക്കുറ്റിയെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള റസൂൽ പൂക്കുറ്റി. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും വലിയ റിച്ചിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് റസൂൽ പൂക്കുറ്റി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനൊരു ഭാര്യയുണ്ട്, മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭാര്യയ്ക്കാണ് ക്യാൻസറൊക്കെ ആയിട്ട് വളരെ വയ്യായികയിലാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ സമയം അതുപോലെ തന്നെ ഈ പുള്ളിയുടെ സ്വഭാവം അത്ര ശരിയല്ല. ഒരുപാട് സ്ത്രീകളെ ഇയാൾ ദുരുപയോഗം ചെയ്യുന്നു. അതിലൊരാളാണ് സജിന എന്നൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇവർ പ്രഗ്നൻ്റ് ആണെന്നുള്ള രീതിയിൽ വന്ന് പോസ്റ്റ് ഇടുന്നു. പിന്നീട് അവർ വന്നിട്ട് പറയുന്നു, ഇത് ചെയ്തത് ആരാന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ഇത് ഫിറോസ് ഖാൻ ചെയ്ത രീതിയിലോട്ട് വരുത്തി തീർക്കാനായിട്ട് നോക്കുന്നു. ഇവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് ആരാന്നൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കുന്നു.
പക്ഷേ ഇത് നമുക്ക് ചോറ് തിന്നുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും സജിന തന്നെ ഇട്ടൊരു പോസ്റ്റാണ് അതെന്നുള്ളത്. അപ്പം റസൂൽ പൂക്കുറ്റി വഴി സജിന ഗർഭിണിയായിരുന്നു എന്നുള്ളത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി സജിന തന്നെ ചെയ്ത ഒരു കാര്യമായിട്ടാണ് എല്ലാവരും ഇപ്പോൾ അതിനെ കാണുന്നത്. കാരണം ഇപ്പോൾ സജിനയുടെ ഒരുപാട് വോയിസും കാര്യങ്ങളും ഫിറോസ് ഖാൻ വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഫിറോസ് ഖാനെ ഏതെങ്കിലും കേസിൽ കുടുക്കി ഇങ്ങനെ അകത്താക്കണം എന്നുള്ള രീതിയിലുള്ള പ്ലാനിങ് നടക്കുന്നത് ഫിറോസ് ഖാനിന് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം ഫിറോസ് ഖാൻ പുള്ളിയുടെ കയ്യിൽ ഇത്രയും വർഷം പുള്ളി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തെളിവുകളും കാര്യങ്ങളും എല്ലാം ഒന്നൊന്നായിട്ട് യൂട്യൂബ് ചാനൽ വഴിയൊക്കെ വെളിയിൽ വിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴാണ് ഈ സജിന എത്രത്തോളം മോശമാണ് എന്നുള്ളത് ആൾക്കാർ തിരിച്ചറിയാനായിട്ട് തുടങ്ങിയത്. ഒരു പക്ഷേ ഈ ഫിറോസ് ഖാൻ ഇതെല്ലാം വെളിയിൽ വിട്ടിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാവരും സജിനയുടെ ഭാഗത്തേ നിൽക്കത്തുള്ളൂ. കാരണം ഈയിടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ മക്കളെ ഓർത്താണ് ജീവിക്കുന്നതെന്നും പിന്നെ മക്കളെപ്പറ്റി കുറേ പറയുന്നുണ്ട്. ഈ മക്കളെപ്പറ്റി ഇത്രയും പൊക്കി പറയുന്ന സജിന തന്നെയാണ് റസൂൽ പൂക്കുറ്റിയുടെ കൂടെ പോയി പ്രഗ്നൻ്റ് ആയ സമയത്ത് അയാൾ കൊടുത്ത മരുന്നും കഴിച്ച് ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞതെന്ന് ഓർക്കണം. ഒരു കുഞ്ഞ് ജീവനെ നശിപ്പിച്ച് കളയാൻ മാത്രം മനസ്സുള്ള ഒരു സ്ത്രീ എങ്ങനെ മക്കളെ പറ്റി പറയാനായിട്ട് അവർക്ക് എന്ത് അർഹതയാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഞാനിതിൽ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സജിന ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും അവരുടെ അമ്മയാണ്. ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ച് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ അവർ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ട് നിൽക്കരുത്. അത് ഇപ്പം നാളെ നമ്മുടെ മക്കൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്തു, അത് നമ്മൾ വേണം അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ എന്ന് കരുതുന്ന ഒരമ്മയാണ് ഞാൻ. അപ്പം എനിക്കൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മകളുടെ ആദ്യത്തെ ജീവിതം പോയി, രണ്ടാമതൊരു ജീവിതം ഉണ്ടായിരുന്നു, അത് മകൾ ഉപേക്ഷിച്ചു. എന്നിട്ട് മൂന്നാമത് കല്യാണം കഴിഞ്ഞ് ഒരു ഭാര്യയുണ്ട്, ഭാര്യ ഇപ്പോൾ രോഗാവസ്ഥയിലാണ്. എന്നിട്ട് പോലും അങ്ങനെ ഒരു മനുഷ്യനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിന് ഇടനിലക്കാരിയായിട്ട് നിൽക്കുന്ന ഒരു അമ്മ എന്ന് പറയുമ്പം നമുക്കത് ചിന്തിക്കാനായിട്ട് പറ്റുന്നതിലും അത്രയും മോശമെന്ന് തന്നെ പറയാനുള്ളൂ. പിന്നെ കുറേ ഫ്രണ്ട്സിൻ്റെ കാര്യവും അതുപോലെ തന്നെ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്ളോഗറിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു ഈ റസൂൽ പൂക്കുറ്റിയുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സജിന വീണ്ടും രണ്ടാമതും ഗർഭിണിയാവുന്നു, ആ കുഞ്ഞ് തന്നെ അബോർട്ടായി പോകുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള സംസാരം എന്ന് പറയുമ്പം നമുക്കത് ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ആ രീതിയിലുള്ള സംസാരങ്ങളാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ അവരുടെ ഒരു കാര്യവും തന്നെ വീഡിയോ ക്ലിപ്പിങ്സ് ഒന്നും വെക്കാതെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നത്. കാരണം എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും ഇതെടുത്ത് കണ്ടൻ്റാക്കി അല്ലെങ്കിൽ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം അനുസരിച്ച് നമ്മളും ഇപ്പം ഇങ്ങനെ വന്നിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ എടുത്തു വെച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്കും നമ്മുടെ ചാനലിനും അത് ദോഷമായിട്ട് ബാധിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു കണ്ടൻറ്റ് എടുക്കുന്നത് പോലും. ഇതും മറ്റേ ആ തൊപ്പിയുടെ കണ്ടൻറ്റൊക്കെ എടുക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം നമ്മുടേതായ ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ടും കൂടെ സംസാരിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഫിറോസ് ഖാൻ പുറത്ത് വിട്ടിട്ടുള്ള വോയിസും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ സജിനയ്ക്ക് വേണ്ടതൊരു ജീവിതമല്ല, കുറേ കാശാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാശ് കിട്ടുന്ന ഏതൊരു സൈഡിലോട്ടും സജിന ചാഞ്ചാടി പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ വോയിസിൽ നിന്ന് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 5 കോടി വേണം, 10 കോടി വേണം എന്നൊക്കെ അങ്ങ് വളരെ ലാഘവത്തോടെ സംസാരിക്കുന്നു. അല്ല ഒരു മാസം 4 കോടി രൂപ വേണം എന്നൊക്കെ പറയുന്ന സജിനേനെയാണ് നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ആ വീഡിയോയിൽ സജിന പറയുന്നുണ്ട് പൂക്കുറ്റിയുടെ ഒരു കുഞ്ഞിനെ സജിനയ്ക്ക് വേണം എന്ന് പറയുന്നുണ്ട്. കാരണം ഒരു കുഞ്ഞുണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ ഒരു ബന്ധം സ്ട്രോങ് ആകത്തുള്ളൂ. ഈ ക്യാൻസർ ബാധിതയായ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ അവർ മരിക്കട്ടെ എന്ന് വരെ പറഞ്ഞ വോയിസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അവർക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ ആ ഒരു സ്ഥാനത്തോട്ട് സജിനയ്ക്ക് കയറാം എന്നുള്ളതുകൊണ്ടും പിന്നീടുള്ള റസൂൽ പൂക്കുറ്റിയുടെ എല്ലാ സ്വത്ത് സമ്പാദ്യങ്ങളും എല്ലാം സജിനയ്ക്ക് ആണല്ലോ. അപ്പം ഇതൊക്കെയാണ് സജിനയുടെ മനസ്സിൽ നിന്ന് നമുക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇപ്പം നിലവിൽ വരുന്ന വിഷയങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലായ കാര്യങ്ങളൊന്നേ ഉള്ളൂ. ഫിറോസ് ഖാനും അവരുടെ ലൈഫിൽ നല്ലതായിരുന്നില്ല. കാരണം സജിനേനെ വിവാഹം കഴിച്ച സമയത്ത് ഇവർ പിരിയാൻ കാരണമേ ഫിറോസ് ഖാൻ രാത്രിയിൽ മറ്റുള്ളവർ ഫോൺ വിളിക്കുന്നു, സജിനയുടെ മകളെ അക്സെപ്റ്റ് ചെയ്യാതെ സംസാരിക്കുന്നു, മകനെ മാത്രം മതി, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫിറോസ് ഖാനും കൊള്ളത്തില്ല, സജിനയും കൊള്ളത്തില്ല, ഈ പറയുന്ന റസൂൽ പൂക്കുറ്റിയും ഒട്ടും കൊള്ളത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ കൂടുതലായിട്ടും നമ്മൾ അങ്ങനെയുള്ളവരെ കണ്ടൻ്റ് ആക്കി എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.